ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് NZ. അതായത് ഇന്നത്തെ ഒരു വ്ളോഗാണ്. ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ ന്യൂസിലാൻഡ് DHBയിൽ ജോലി കിട്ടിയെന്ന് ഉള്ള ആ ഒരു ചെറിയ എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ എൻ്റെ ക്യാപ് കോഴ്സ് ലോൺസ്ഡേൽ കോളേജിലായിരുന്നു, കൊഹോർട്ട് ഗ്രൂപ്പിലായിരുന്നു. സോ ഞാൻ May 16 ആയപ്പം ന്യൂസിലാൻഡിലെത്തി. May 16 തൊട്ട് May 31 വരെ എനിക്ക് ഇതുണ്ടായിരുന്നു, കൊഹോർട്ട് ഗ്രൂപ്പിൽ ക്യാപ് കോഴ്സ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ പിന്നെ എനിക്ക് APCക്ക് ഞാൻ അപ്ലൈ ചെയ്തു. APCയുടെ രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജൂൺ മന്തിൽ 1 മന്ത് ഫുള്ള് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല. എല്ലാവരും പറയുന്നത് കേട്ടായിരുന്നു പണ്ട് പെട്ടെന്ന് കിട്ടുമായിരുന്നു, ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജൂലൈ 14 ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് APC വന്നു. പിന്നെ ജൂലൈ 14 APC വരികയും അത് കഴിഞ്ഞ ഉടനെ അന്നത്തെ ദിവസം തന്നെ ഞാൻ അഫ്രയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്തായിരുന്നു, സേഫ്റ്റി സൈഡ് നോക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഇപ്പം പ്രസൻറ്റിൽ ന്യൂസിലാൻഡിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ. സോ അപ്പോൾ എല്ലാവരും അഫ്ര രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ട് ഞാനും ഫോർ ദ സേഫർ സൈഡ് ഐ ഓൾസോ ഡൺ മൈ അഫ്ര രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തോ എന്ന് ചോദിച്ചെങ്കിൽ ഞാൻ APC കിട്ടുന്ന മുമ്പ് ഞാൻ ഇടുമായിരുന്നു. APC കിട്ടുന്ന മുമ്പ് എൻ്റെ ക്യാപ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് കവർ ലെറ്ററിലും മറ്റേ നമ്മുടെ റെസ്യൂം ലെറ്ററിലും മെൻഷൻ ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എല്ലാത്തിനകത്തിനും റിജക്ഷൻ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, കുറേ ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ചേച്ചിമാരോടൊക്കെ ഞാൻ അന്വേഷിച്ചു എന്താണ് അഭിപ്രായം എന്ന്. അപ്പോൾ അവർ പറഞ്ഞു എന്താണെങ്കിലും അവരുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ തന്നെയാണ് APC ഉള്ളത്. അപ്പോൾ APC ഇല്ലാത്തവരെ ഓട്ടോമാറ്റിക് അവർ രജിസ്ട്രേഷൻ ആക്കും, ഇപ്പോൾ ഇഷ്ടംപോലെ APC ഉള്ള പിള്ളേരുള്ളപ്പോൾ. സോ അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ആ സമയത്ത് ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷന് ലൈക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ സ്പോട്ടിൽ പറയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ APC കിട്ടുന്നത് വരെ ഞാൻ അവിടത്തേക്ക് കുറച്ച് കൂടിപ്പോയെങ്കിൽ ഒരു 10-15 അപ്ലിക്കേഷൻ ഇട്ടിട്ട് പിന്നെ ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ APCക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ജൂലൈ 14 ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ APC വന്നു. APC വന്ന ഉടനെ നെക്സ്റ്റ് അന്നത്തെ ദിവസം തന്നെ ഞാൻ അഫ്ര രജിസ്ട്രേഷനും ചെയ്തു. അഫ്ര രജിസ്ട്രേഷൻ ചെയ്തിട്ട് പിന്നെ ഞാൻ 2 റെസ്യൂം ആക്കിയായിരുന്നു. ന്യൂസിലാൻഡിലോട്ട് ഒന്ന് കവർ ലെറ്റർ ആൻഡ് റെസ്യൂം, ആൻഡ് ഓസ്ട്രേലിയക്ക് വേറെ ആയിട്ട്. അപ്പം നമ്മൾ ആ മോഡിഫൈ ചെയ്തിട്ടുള്ള ആ 2 റെസ്യൂം ഉണ്ടായിരുന്നു. സോ അത് എല്ലാം സെറ്റായി കഴിയുമ്പോൾ പിന്നെ ഞാൻ കീപ്പ് ഓൺ അപ്ലൈയിങ്, എല്ലാം വേക്കൻസീസ് കാണുമ്പം അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സർജിക്കൽ വാർഡിൽ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, പാസ്റ്റ് 5 ഇയേഴ്സിൽ. അപ്പം അത് വെച്ചിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു. അതും അല്ലാണ്ട് ഞാൻ വേറെ ഇഷ്ടംപോലെ പോസ്റ്റിന് ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേ അതിനകത്തൊക്കെ ഞാൻ കവർ ലെറ്ററും നമ്മുടെ റെസ്യൂമും ഞാൻ മോഡിഫൈ ചെയ്യുമായിരുന്നു. റെസ്യൂം ഓക്കെ അത് തന്നെയാണ്, പക്ഷെ കവർ ലെറ്റർ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കവർ ലെറ്റർ മോഡിഫൈ ചെയ്തിട്ട് ഇടുമായിരുന്നു. അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് അവരെന്താണ് നമ്മുടെ സൈഡിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള കവർ ലെറ്റർ ചെയ്തിട്ട് ഞാൻ എല്ലാത്തിലും അപ്ലിക്കേഷൻ ഇടുമായിരുന്നു. ബട്ട് സ്റ്റിൽ ജൂലൈ 14 തൊട്ട് ഒരു ജൂലൈ എൻഡ് വരെ ഫുള്ള് റിജക്ഷൻ ആയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് DHBയിൽ ആ സമയത്ത് ഇടയ്ക്ക് DHBയിൽ ഒരു 3-4 പോസ്റ്റ് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ പോസ്റ്റ് ഓപ്പൺ ആയ കൂട്ടത്തിൽ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇട്ടു, ഇഷ്ടംപോലെ ഇടുമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അതും കൂടെ ഇട്ടു. അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ലൈക്ക് ഒരു സുപ്രഭാതത്ത് ഒരു കോൾ വന്നു. എനിക്കറിയത്തില്ലായിരുന്നു ദിസ് ഈസ് ദ വേ ഹൗ ദേ ആർ ഡൂയിങ് ഇൻ്റർവ്യൂ. സോ എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാനത് പിന്നെ കോൾ വന്നു, ന്യൂസിലാൻഡ് നമ്പറുണ്ട്. അപ്പോൾ ഞാൻ എടുത്തു, ജസ്റ്റ് കാഷ്വൽ, ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, ഇവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് അപ്ലൈ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന കാരണം നമുക്കത് മനസ്സിലായില്ല ഏത് ഹോസ്പിറ്റലാണ് ഏത് സ്ഥലമാണെന്ന്. ഭയങ്കര സ്പോട്ടിൽ നമുക്കത്
കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓക്കെ ഫൈൻ എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർ പറയുന്നതിനൊക്കെ ആൻസർ പറയുക. ജസ്റ്റ് അവർ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. എന്തുകൊണ്ടാണ് നഴ്സിംഗ് ചൂസ് ചെയ്തത്, പിന്നെ പിന്നെ എന്താണ് ക്വാളിറ്റി, നഴ്സിൻ്റെ ക്വാളിറ്റി എന്താണ്, പിന്നെ എന്താണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പിന്നെ ഞാൻ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് അങ്ങനത്തെ നോർമലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കാഷ്വൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ ചോദിച്ചത്. അപ്പോൾ ഞാനത് ഓർത്തില്ല, അത് ഇൻ്റർവ്യൂ ലൈക്ക് ഫോൺ ഇൻ്റർവ്യൂ ആയിരുന്നോ എന്ന് എനിക്കത് അതുപോലും അറിയത്തില്ല. ജസ്റ്റ് അവർ മെൻഷൻ ചെയ്തത് നിങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെന്നായിരുന്നു പറഞ്ഞത്. സോ അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു എനിവേ കിട്ടുമോ ഇല്ലെന്ന് തന്നെ ഡൗട്ടിലായിരുന്നു. ബിക്കോസ് ഞാൻ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയാനുള്ള ലൈക്ക് ഞാനത് മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, ആ ഒരു സെറ്റായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ബട്ട് സ്റ്റിൽ ഐ കീപ്പ് ഓൺ അപ്ലൈയിങ്, എല്ലാം പോസ്റ്റിൽ ഇടുമായിരുന്നു. DHB ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പിന്നെ നഴ്സിംഗ് ഹോം, അങ്ങനെ ഇഷ്ടം പോലെ കിട്ടുന്ന എല്ലാം വേക്കൻസിക്ക് ഞാൻ ഇടുമായിരുന്നു. അങ്ങനെ എല്ലാം അപ്ലൈ ചെയ്ത് ഇട്ട് വയ്ക്കുമ്പോൾ പിന്നെ എനിക്ക് ഒരു മെയിൽ വന്നു. മെയിൽ വന്നിട്ട് പറഞ്ഞു, മെയിലിനകത്തുണ്ടായിരുന്നു നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഇൻ്റർവ്യൂ. അപ്പോൾ പിന്നെ ഫർദർ പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു എനിക്കൊരു മെയിൽ വന്നു. സോ അവർ ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡേറ്റ് അല്ല, അവർ പെർട്ടിക്കുലറായിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന്. അതിനകത്ത് നിങ്ങൾ അവൈലബിൾ ആണോ ഈ സമയത്തേക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചായിരുന്നു. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് ഞാൻ അതിന് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഇൻ്റർവ്യൂ വെച്ചായിരുന്നു. ഇൻ്റർവ്യൂ എനിക്ക് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലൊക്കെ തന്നെയായിരുന്നു. ആഗസ്റ്റിലായിരുന്നു. ആഗസ്റ്റ് കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് വീക്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞ വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അവർ പറഞ്ഞു നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്. അപ്പം ഫർദർ ഇനി പോലീസ് വെട്ടിങ്ങും പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ ചോദിച്ചു. അത് ഞാൻ അങ്ങോട്ട് സെൻഡാക്കി. അപ്പം അവർ എന്തോ ഗോഡ് ഗ്രേസ് ഈ സമയത്ത് എന്നെ അവർ എടുക്കുകയും ചെയ്തു ജോലിക്ക്. അപ്പം എൻ്റെ കൂടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു 2 പേരുണ്ടായിരുന്നു. മെയിൻ അവിടുത്തെ ഈ നമ്മുടെ സർജിക്കൽ വാർഡിൻ്റെ സീനിയർ ഒരു സ്റ്റാഫും പിന്നെ ഒരു നമ്മുടെ മെയിൻ സൂപ്പർഡൻറ്റ് സർജിക്കൽ വാർഡിൻ്റെ തന്നെ. ഇവിടെ ഓരോരോ വാർഡിന് ഓരോരോ മെയിൻ ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വാർഡിൻ്റെ മെയിൻ ആൾക്കാരായിരുന്നു 2 പേര്. സോ അവർ 2 പേര് ഇൻ്റർവ്യൂ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു, ലൈക്ക് എങ്ങനെയായിരിക്കും അവരുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലാവോ ഇല്ലേ എന്നൊക്കെ ഒരു ടെൻഷനിലായിരുന്നു. പക്ഷേ അവർ നമ്മളെ നന്നായിട്ട് കൺസിഡർ ചെയ്ത് നമ്മളെ കാം ചെയ്യിപ്പിച്ചിട്ട് നമ്മളെല്ലാം ഒന്ന് സെറ്റായി കഴിയുമ്പോഴാണ് അവർ നമ്മുടെ ഇൻ്റർവ്യൂസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അങ്ങനെ ഒന്നും ചോദിച്ചില്ല. ഞാൻ അതിനെല്ലാം വെൽ പ്രിപ്പയർഡ് ആയിരുന്നു, ബട്ട് അതൊന്നും ചോദിച്ചില്ല. അല്ലാണ്ട് നോർമലായിട്ട് എന്താണ് നേഴ്സിന് വേണ്ടിയ ക്വാളിറ്റീസ്, പിന്നെ കമ്പാഷൻ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ എങ്ങനെയാണ് ഇൻകണ്ടിന്യൂൻസ് ഉള്ള പേഷ്യൻറ്റിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ്. പിന്നെ അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് ഇവിടുത്തെ കൾച്ചറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മോറി പീപ്പിളിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം, അവരുടെ കുറച്ച് കൾച്ചർ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു, ഇതൊക്കെ എനിക്കറിയാം, അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സർജിക്കലിൻ്റെ പറ്റി ഒരു 2 ക്വസ്റ്റ്യൻസ്, നോർമലായിട്ടുള്ള ബാൻഡേജിൻ്റെ പറ്റിയും ഡ്രസ്സിങ്ങിൻ്റെ പറ്റി അങ്ങനത്തെ ചില കാര്യങ്ങൾ ചോദിച്ചു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവർ വിത്തിൻ 1 വീക്കിൽ തന്നെ അവർ ഇൻഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പ്രോസസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയായാലും എല്ലാം പ്രോസസ്സും കഴിഞ്ഞ് വിസയ്ക്ക് ഇട്ടു. വിസയ്ക്ക് എല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ ടോക്കൺ തരും. ആ ടോക്കൺ അനുസരിച്ചിട്ട് ഇമിഗ്രേഷൻകാർ ടോക്കൺ തരും ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ. സോ അവർ ത്രൂ കയറിയിട്ട് ഞാൻ തന്നെ വർക്ക് വിസയ്ക്ക് ഇടുക ചെയ്തത്. അതിനകത്ത് അധിക ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. PCC വാലിഡ് ആയിരിക്കണം. പിന്നെ നമ്മുടെ മെഡിക്കൽ, ഞാൻ വരുമ്പോൾ മെഡിക്കൽ ചെയ്തിട്ടില്ലായിരുന്നു. സോ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ മെഡിക്കൽ ചെയ്തത്. ഇവിടുത്തെ ന്യൂസിലാൻഡ് ഡോളർ $750 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ചെയ്യണം, മറ്റേ PCC വാലിഡ് ആയിരിക്കണം. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഹോസ്പിറ്റൽക്കാരുടെ ഒരു റിക്വയർമെൻറ്റ്സ് ആയിരുന്നു ഇമ്മ്യൂണൈസേഷൻ. അത് കഴിഞ്ഞിട്ട് ഇമ്മ്യൂണൈസേഷനകത്ത് ഒരു 2-3 ഇമ്മ്യൂണൈസേഷൻ എനിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റും ഉണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസ് ബിയും
പിന്നെ നമ്മുടെ കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നു. ഇത് 2 വാക്സിനും പിന്നെ റുബെല്ലയും മംസിൻ്റെ ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അത് ഈ ഹോസ്പിറ്റലുകാരുടെ ഒരു റിക്വയർമെൻറ്റ്സ് ആണ്. ഓക്യുപ്പേഷണൽ നേഴ്സ് നമുക്കൊരു മെയിൽ അയക്കും എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തത്. ബ്ലഡ് ടെസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ അത് ഫ്രീ കോസ്റ്റ് ആയിരുന്നു. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ഞാൻ ഓൾറെഡി പാമസ്റ്റർ നോർത്തിലുള്ളപ്പോൾ തന്നെ ചെയ്തു. അപ്പം എല്ലാ ഡോക്യുമെൻറ്റ്സും സെറ്റായി എല്ലാം ഞാൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിൽ എനിക്ക് യൂണിഫോമിൻ്റെ അതിൻ്റെ ഒരു ഫോം അയച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൊടുത്തു. സോ ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് കമ്മിങ് മൺഡേ ആണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്. അപ്പം ഞാൻ ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ കീപ്പ് ഓൺ അപ്ലൈയിങ്. എവിടെ നിന്നാണ് എങ്ങനെയാണ് കോൾ വരുന്നത്, എവിടെയാണ് നമ്മുടെ സ്റ്റാർ എന്ന് പറയാൻ പറ്റത്തില്ല. സോ ജസ്റ്റ് കീപ്പ് ഓൺ അപ്ലൈയിങ്, ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ ദാറ്റ് whenever you apply for a different position, you just need to modify your cover letter so that it will be really attractive. And ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് ഓർമ്മ വന്നത്, ഞാൻ മോഡിഫൈ ചെയ്ത് കവർ ലെറ്ററൊക്കെ ഇടുമായിരുന്നു അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട്. അങ്ങനെ ഞാൻ ഇട്ട ഒരു കൂട്ടത്തിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റായ ഒരു ഫീൽഡായിരുന്നു മെൻ്റൽ റിട്ടാർഡേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം മെൻ്റൽ ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് അങ്ങനത്തെ സൈക്കോളജിക്കൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ അത് മോഡിഫൈ ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ട് കവർ ലെറ്റർ അപ്ലൈ ചെയ്തിട്ട് അത് ബിഗിനിങ്ങിൽ APC കിട്ടിയ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലാസ്റ്റ് വീക്കിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു എനിക്കൊരു ജോബായി, സോ എനിക്ക് ലൈക്ക് ഞാനത് ക്വിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് ഡിഫറെൻറ്റ് ലൈക്ക് പോസ്റ്റ് ആണെങ്കിലും ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് കവർ ലെറ്ററിനകത്ത് എനിക്ക് ആ ഒരു ജോലിയിൽ താല്പര്യമുണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മെഡിക്കൽ സർജിക്കൽ ആണെങ്കിലും ഞാൻ ഇതിനകത്ത് താല്പര്യപ്പെടുന്നു, എൻ്റെ ലൈക്ക് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കവർ ലെറ്ററിനകത്ത് ഒരു സെൻറ്റൻസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. സോ എങ്ങനെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഒരു സമയത്ത് എനിക്കൊരു ജോലിയൊക്കെ ആയി. അപ്പം ഒരുപാട് സന്തോഷമാണ്. ഈ കമ്മിങ് മൺഡേ ജോയിനിങ് ഡേറ്റാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. പിന്നെ ആരും ലൈക്ക് ഗീവ് അപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഇവിടെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ എന്തായാലും നല്ലൊരു പൊസിഷനിൽ എല്ലാവരും എത്തിപ്പെടുമെന്നാണ് ഞാൻ നമ്മുടെ ക്യാപ്പ് ചെയ്യാനും ഓസ്കി ചെയ്യാൻ വരുന്ന നഴ്സുമാരോട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കമൻറ്റ് ഇടുക. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുവാണെങ്കിൽ പ്ലീസ് എൻകറേജ് മീ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ നമ്മൾ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ബെല്ലൈക്കൻ പ്രസ് ചെയ്ത ഉടനെ അത് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ആൻഡ് ഞാനിപ്പം വക്കറ്റാനിയിലെ ഹോസ്പിറ്റൽ DHBയിലാണ് കിട്ടിയിരിക്കുന്ന ജോബ്. സോ ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും എനിക്കറിയുന്ന രീതിയിലും ഇവിടുത്തെ സ്ഥലങ്ങൾ ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. സോ കീപ്പ് ഓൺ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ channel, support me. Thank you for watching. Bye bye.